കഥ പറഞ്ഞാലോ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെനസ്ഡേ വെബ് സീരീസിന്റെ എപ്പിസോഡ് നമ്പർ 7 ആയിട്ടാണ്. ഇനി ഒരു എപ്പിസോഡും കൂടെ ഉള്ളൂ സീസൺ 1-ന്. അപ്പോൾ എപ്പിസോഡ് 1 തൊട്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യുക. ബാക്കിയുള്ള വീഡിയോസ് കൂടെ കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ വെനസ്ഡേ ആണ് കാണിക്കുന്നത്. അവളൊരു ഫ്യൂണറൽ ചടങ്ങിൽ നിൽക്കുകയാണ്. മേയർ മരിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് എപ്പിസോഡിൽ മേയറിന്റെ ഓക്സിജൻ സപ്ലൈ ആരോ ഊരുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ മേയർ മരിച്ചിട്ടുണ്ട്. ആളുടെ മരണച്ചടങ്ങിലാണ് വെനസ്ഡേ നിൽക്കുന്നത്. അപ്പോൾ വെനസ്ഡേയുടെ വോയിസ് ഓവർ ആണ് കേൾക്കുന്നത്. എനിക്കറിയാം ഈ കൂട്ടത്തിൽ ആരോ ആണ് നമ്മുടെ മേയറിനെ കൊന്നത്. ആ കില്ലർ എന്നെയും വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഫ്യൂണറൽ കഴിഞ്ഞ് എല്ലാവരും തിരിഞ്ഞു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് വെനസ്ഡേനെ ആരോ നോക്കി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വെനസ്ഡേ തിരിച്ചു നോക്കുമ്പോൾ അയാൾ അവിടെ നിന്ന് ഓടിപ്പോവാണ്. വെനസ്ഡേ പുറകിന് പോയി ചേസ് ചെയ്ത് പിടിക്കുന്നുണ്ട്. അത് മറ്റാരും ആയിരുന്നില്ല, വെനസ്ഡേയുടെ അങ്കിൾ ആയിട്ടുള്ള ഫാസ്റ്റർ ആയിരുന്നു. ആളപ്പോ പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കെന്തോ ഹെൽപ്പ് ഒക്കെ വേണം, ഇവിടെ എന്തോ മർഡർ ഒക്കെ നടക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. സർപ്രൈസ് ആയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വെനസ്ഡേയും ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട് അങ്കിളിനെ കാണുമ്പോൾ. അങ്ങനെ വെനസ്ഡേ യൂജിന്റെ പ്ലേസിലോട്ട് അങ്കിളിനെ കൊണ്ടുപോവാണ്, അവിടെ താമസിച്ചോളാൻ പറഞ്ഞിട്ട്. അപ്പൊ ആള് യൂജിന്റെ ഈസിനെ ഒക്കെ പിടിച്ച് തിന്നാൻ നോക്കുന്നുണ്ട്. അപ്പോ വെനസ്ഡേ പറയുന്നുണ്ട്, അത് യൂജിന്റെ മക്കളാണ്, അവരെ അങ്ങ് തിന്നല്ല എന്ന് ദേഷ്യപ്പെട്ട് പറയാണ്. അങ്കിൾ പറയുന്നുണ്ട്, നീ അങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ നിന്നെ കാണാൻ കറക്റ്റ് നിന്റെ അമ്മയെ പോലെ തന്നെയുണ്ട്. അതിന് ഏത് മോൺസ്റ്റർ ആയിട്ടാണ് നീ ഡീൽ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ വെനസ്ഡേ പറയുന്നുണ്ട്, ഇപ്പോഴും എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, ഇനി വേണം കണ്ടുപിടിക്കാനും. എന്നിട്ട് വെനസ്ഡേ ആ ഒരു ക്രീച്ചറിന്റെ ഫോട്ടോ എടുത്ത് അങ്കിളിനെ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്കിൾ പറയുന്നുണ്ട്, ഇതൊരു ഹൈഡ് അല്ലേ? ഹൈഡോ? അതെന്ത് ക്രീച്ചർ ആണെന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു ഔട്ട്കാസ്റ്റ് കാറ്റഗറി ആണോ, അവർക്ക് മനുഷ്യരായിട്ട് നിന്നിട്ട് പെട്ടെന്ന് മോൺസ്റ്റർ ആയിട്ട് കൺവേർട്ട് ആവും എന്ന് പറയുന്നുണ്ട്. അതാണ് അവരുടെ എബിലിറ്റി. അപ്പൊ നോർമലിൽ അങ്ങനെ ഞാൻ ഒരു ഹൈഡിനെ കണ്ടിട്ടില്ല എന്ന് വെനസ്ഡേ പറയുന്നുണ്ട്. മാത്രമല്ല ഞാൻ ഈ ഒരു ലൈബ്രറി മുഴുവൻ ചെക്ക് ചെയ്തു, ഇങ്ങനെ ഒരു ഹൈഡിന്റെ കാര്യം ഒരു ബുക്കിലും മെൻഷൻ പോലും ചെയ്തിട്ടില്ല എന്ന് വെനസ്ഡേ പറയാണ്. അപ്പൊ ആങ്കിൾ പറയുന്നുണ്ട്, ഫോക്ലറിന്റെ ഡയറി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വെനസ്ഡേ തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്താണ് അതെന്നുള്ള രീതിയിൽ. അപ്പൊ ആങ്കിൾ പറയാണ്, ഫോക്ലർ എന്ന് പറഞ്ഞാല് നമ്മുടെ നോർമലിൽ പഠിച്ചൊരു കുട്ടിയാണ്, പക്ഷെ അവൻ വേൾഡ് മുഴുവൻ ട്രാവൽ ചെയ്ത് അവന് തന്നെ സ്പെഷ്യൽ ആയിട്ട് ഒരു കാറ്റലോഗ് ഒക്കെ ഉണ്ട് ഔട്ട്കാസ്റ്റിനെ പറ്റി, അതിനകത്ത് ഹൈഡിനെ പറ്റി ഉണ്ട് എന്ന് അങ്കിൾ പറയാണ്. നൈറ്റ് ഷൈഡിന്റെ ലൈബ്രറി കാണുമെന്ന് അങ്കിൾ പറഞ്ഞു കൊടുക്കാണ്. ഒരു വട്ടം ഞാൻ നിന്റെ അച്ഛന്റെ കൂടെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ടൈനി ആയിട്ടുള്ള ഒരു അറ ഉണ്ടായിരുന്നു. ഞാനോർത്തത് അതിനകത്ത് വല്ല രത്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന. അങ്ങനെ അവനറിയാതെ ഞാനൊരു ദിവസം അത് കക്കാൻ വേണ്ടി കയറിയപ്പോ ജസ്റ്റ് അതിനകത്തൊരു ഡയറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അങ്കിൾ ഫോസ്റ്റർ പറയാണ്. അപ്പൊ വെനസ്ഡേ പറയുന്നുണ്ട്, അപ്പൊ ഇന്ന് രാത്രി നമുക്ക് അവിടെ കയറി നോക്കാന്ന്. അങ്കിൾ ഫോസ്റ്ററിനെ അവിടെ നിർത്തിയിട്ട് വെനസ്ഡേ നേരെ തിരിച്ച് റൂമിലോട്ട് വരികയാണ്. എന്നിട്ട് അവിടെ നോവൽ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പൊ വോയിസ് ഓവർ ഒക്കെ കേൾക്കുന്നുണ്ട്. കൂടി പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണോ എന്നാണ്. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എന്റെ റൂമില്. പെട്ടെന്ന് ഡോറ് തുറന്നിട്ട് എന്നിട്ട് വരുന്നുണ്ട്. എന്നിട്ടിന്റെ ഒരു നെയിൽ പോളിഷ് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ വെനസ്ഡേ പറയാണ്, 24 മണിക്കൂറിനുള്ളിൽ നീ ഇത് 3ാമത്തെ വട്ടമായി റൂമിലോട്ട് വരുന്നത്. അപ്പോ എന്നിട്ട് പറയാണ്, എങ്ങനെയുണ്ട് ഒറ്റയ്ക്ക് താമസിച്ചിട്ട്? അടിപൊളിയായിട്ടുണ്ട് എന്ന് വെനസ്ഡേയും പറയുന്നുണ്ട്. ഇത് കേട്ട് ദേഷ്യപ്പെട്ടിട്ട് എരിഡ് അവിടുന്ന് ഇറങ്ങി പോരുവാണ്. അവിടുന്ന് കട്ടെ പിന്നെ നമ്മളെ കാണിക്കുന്നത് വെനസ്ഡേ ആണ്. വെനസ്ഡേ നൈറ്റ് ഷെയ്ഡ്സിന്റെ ലൈബ്രറിയിലോട്ട് ചെന്ന് കയറുന്നുണ്ട്. എന്നിട്ട് അങ്കിൾ ഫാസ്റ്ററെ വിളിക്കുകയാണ്. പക്ഷെ അവിടെ സേവിയർ ആയിരുന്നു ഉണ്ടായിരുന്നത്. സേവിയർ ചോദിക്കുകയാണ്, ആരാണ് അങ്കിൾ ഫാസ്റ്റർ? വെനസ്ഡേ നീ എന്താ എവിടെയും ചോദിക്കുന്നുണ്ട്. അപ്പൊ സേവിയർ തിരിച്ചു പറയാണ്, ഞാനാണ് ശരിക്കും ഇത് ചോദിക്കുന്നത്, ഞാൻ ഇവിടുത്തെ മെമ്പറാണ്, നീ എന്താ ഈ പാതിരാത്രിക്ക് ഇവിടെ ചെയ്യുന്നതെന്ന് വെനസ്ഡേയോട് തിരിച്ചു ചോദിക്കുകയാണ്. അപ്പൊ വെനസ്ഡേ പറയാണ്, ഞാൻ ജസ്റ്റ് റിസർച്ചിനായിട്ട് വന്നതാണ്. ആ ഒരു മോൺസ്റ്ററെ പറ്റിയാണോ? വെനസ്ഡേ അതേന്നും പറയുന്നുണ്ട്. ശരി, സേവിയർ പറയാണ്, ഞാനാണ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഞാൻ നിന്നെ സേവ് ചെയ്തിട്ടുണ്ട്, മാത്രമല്ല ഡേ 1 തൊട്ട് ഞാൻ നിന്റെ കൂടെയാണ് നിൽക്കുന്നത്, പിന്നെ എന്തിനാ നീ ഇത്ര ദേഷ്യം എന്നോട് കാണിക്കുന്നതെന്ന് വെനസ്ഡേയോട് ചോദിക്കുകയാണ്. അപ്പോ വെനസ്ഡേ പറയാണ്, ഓക്കെ എന്നാൽ ഞാൻ ഹോണസ്റ്റ് ആവാം, നീയാണ് ആ മോൺസ്റ്റർ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് എന്ന് സേവിയറിന്റെ മുഖത്ത് നോക്കി വെനസ്ഡേ പറയാണ്. ആ മോൺസ്റ്റർ എപ്പോഴൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ അപ്പോഴെല്ലാം നീ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ഔട്ട്റീച്ച് ഡേഡ് അന്ന്, റോവനെ കൊന്നെന്ന് എല്ലായിടത്തും നിന്റെ പ്രസൻസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് നീയാണോ മോൺസ്റ്റർ എന്ന്. അപ്പൊ സേവിയർ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇത്ര ഉറപ്പാണെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് നിന്നെ കൊല്ലാഞ്ഞത്, നീ എന്താ ചിന്തിക്കാഞ്ഞത്? അപ്പോ വെനസ്ഡേ പറയുന്നുണ്ട്, നിനക്ക് എന്നെ ഇഷ്ടമാണ് അതുകൊണ്ടായിരിക്കും കൊല്ലാഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ഈ ആൻസർ കേട്ടിട്ട് സേവിയർ അവിടുന്ന് പിണങ്ങി പോവാണ്. സേവിയർ പോയി കഴിഞ്ഞപ്പോ വെനസ്ഡേ ഫോസ്റ്ററിനെ വിളിക്കുകയാണ്. അപ്പൊ അങ്കിൾ ഒരു സൈഡിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ആ ഒരു ഡയറി അങ്കിൾ ഫോസ്റ്റർ വെനസ്ഡേക്ക് എടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു ഡയറി എടുത്തിട്ട് തിരിച്ച് അവര് റൂമിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഡയറിയിൽ ഹൈഡിന്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ഹൈഡിന്റെ ഒരു മാസ്റ്റർ ഉണ്ട്. ആ ഒരു മാസ്റ്റർ പറയുന്ന അനുസരിച്ചാണ് ഹൈഡ് ഒരാളെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ വെനസ്ഡേ പറയുന്നുണ്ട്, അപ്പൊ നമ്മള് കില്ലേഴ്സ് 2 പേരാണ്, ഒന്ന് മോൺസ്റ്ററും ഒന്ന് അതിന്റെ മാസ്റ്ററും. അവരങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ത്രോൺ ഹിൽസ് ടീച്ചർ വരുന്നുണ്ട്. ഈനിട് ബാക്കിയുള്ള സ്കൂൾ ടൈം ആ ഒരു യോക്കോയുടെ റൂമിൽ തന്നെയാണ് സ്റ്റേ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ വെനസ്ഡേ പറയുന്നുണ്ട്, അവളുടെ ഡിസിഷൻ എന്താണ്, അങ്ങനെ പോട്ടെ, ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ചേരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ത്രോൺ ഹിൽ ടീച്ചർ പറയാണ്, നിങ്ങൾ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നല്ലേ, എന്തിനാ അത് സ്പോയിൽ ചെയ്യുന്നത്, ഞാൻ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാം, അതാണ് എനിക്ക് ഇഷ്ടം എന്ന് ത്രോൺ ഹിൽസ് ടീച്ചറിനോട് പറയുന്നുണ്ട്. അപ്പൊ ത്രോൺ ഹിൽസ് ടീച്ചർ പറയുന്നുണ്ട്, നിന്റെ ഡിസിഷൻ അതാണെന്നുണ്ടെങ്കിൽ ഞാൻ വീടിനെ ഇൻഫോം ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി പോരുവാണ്. നമ്മുടെ വെനസ്ഡേക്ക് പക്ഷേ സങ്കടമൊക്കെ ഉണ്ട്. അവിടുത്തെ കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് സേവിയറിനെയാണ്. സേവിയർ ആ ഒരു ആർട്ട് ഗാലറിയിലോട്ട് വരുന്നുണ്ടായിരുന്നു. ആരോടോ എനിക്കിപ്പോ തന്നെ കാണണം, ഒരു 20 മിനിറ്റിനുള്ളിൽ കാണണം, അത്യാവശ്യമാണെന്നൊക്കെ സംസാരിച്ചുകൊണ്ട് പെട്ടെന്ന് വെനസ്ഡേ അവന് മുന്നോട്ട് വരികയാണ്. നീ ആരോടാ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ സേവിയർ പറയാണ്, അത് നിന്നെ പതിക്കുന്ന കാര്യമല്ലല്ലോ, എന്റെ അടുത്തൊന്ന് മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ പോവാണ്. ശേഷം
വെനസ്ഡേ അവനെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ സേവിയർ സൈക്കിൾ എടുത്ത് വേറെ എങ്ങോട്ടോ പോകുന്നുണ്ട്. വെനസ്ഡേ സേവിയറെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സേവിയർ വേറൊരു കാറിലോട്ട് ചെന്ന് കയറുന്നുണ്ട്. ആ കാറിൽ തെറാപ്പി ഡോക്ടറും ഉണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് പിന്നെ നമ്മളെ കാണിക്കുന്നത് നേരെ വെനസ്ഡേ ചെന്നിട്ട് വീടിനോട് കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങുകയാണ്. പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ തന്നെ ആ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെനസ്ഡേക്ക് കാര്യം പറയാൻ പറ്റിയില്ല. വെനസ്ഡേ തിരിച്ചു പോരുവാണ്. ശേഷം നമ്മളെ കാണിക്കുന്നത് ടൈലറിന്റെ കോഫി ഷോപ്പിലാണ്. അങ്കിൾ ഫാസ്റ്ററും വെനസ്ഡേയും കൂടെ അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ടൈലർ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ടൈലറിനെ കാണിക്കുന്നുണ്ട് ഇതാണ് ഹൈഡ്, ആൾക്കൊരു മാസ്റ്റർ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാണ് വെനസ്ഡേ. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ വെനസ്ഡേ പറയുന്നുണ്ട് നിന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്റെ അടുത്ത് വരല്ലെന്നല്ലേ. ടൈലറും പറയാണ് ഞാനിപ്പോ ബ്രേക്കിലല്ലേ, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഷെരീഫ് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോ ടൈലർ പറയാണ് വെനസ്ഡേ എന്റെ അടുത്തോട്ട് വന്നിട്ടില്ല, ഞാനാണ് ഫോഴ്സ് ചെയ്ത് അങ്ങോട്ട് ചെന്നത് എന്നൊക്കെ ടൈലർ എക്സ്ക്യൂസ് പറയുന്നുണ്ട്. ഷെരീഫും പറയുന്നുണ്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. അതിനകത്ത് അങ്കിൾ ഫാസ്റ്റ് ആണുള്ളത്. ഇയാളെ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം, ഇയാള് ഇപ്പൊ ഒരു റോബറി നടന്നിട്ടുണ്ടായിരുന്നു, അതില് ഇയാളാണോ മോഷണം നടത്തിയ സംശയം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ശേഷം ഷെരീഫ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ ടൈലർ വെനസ്ഡേയോട് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഡിന്നർ പ്ലാൻ റീഷെഡ്യൂൾ ചെയ്യല്ലേ. അപ്പൊ വെനസ്ഡേ ചോദിക്കുന്നുണ്ട് ഏത് ഡിന്നർ പ്ലാൻ? കഴിഞ്ഞ തവണ നീ പറഞ്ഞത് എന്തായാലും അത് പോകാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് ഞാൻ ക്രാക്ക് സ്റ്റോണിന്റെ ആ ഒരു ശവമാടം ഉണ്ടല്ലോ അവിടെ വരും 9 മണിക്ക്, നീയും വരണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി ആവുകയാണ്. വെനസ്ഡേ ആ ഒരു ഡേറ്റിന് പോകാനായിട്ട് റെഡി ആവുന്നുണ്ട്. അപ്പോ നമ്മുടെ തിങ് അവളെ ടീസ് ചെയ്യുന്നൊക്കെ ഉണ്ട് നീ ഡേറ്റിന് പോകല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവള് പറയുന്നുണ്ട് ഡേറ്റിനൊന്നും അല്ല പോകുന്നത്, ഞാൻ എന്റെ സസ്പെക്ടിനെ പിടിക്കാനൊക്കെ ആയിട്ടാണെന്നൊക്കെ കളവൊക്കെ പറയുന്നുണ്ട്. ശേഷം അവരിങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ടൈലർ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അകത്തോട്ട് കയറാണ്. അപ്പോൾ വെനസ്ഡേന്റെ കണ്ണടപ്പിച്ചൊക്കെയാണ് അകത്തോട്ട് കയറ്റുന്നത്. ആ ഒരു ശവമാടം മുഴുവൻ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെനസ്ഡേക്ക് ഒരു ഏർലി ആയിട്ടുള്ള ഒരു ഫിലിം ഒക്കെ ഇട്ട് കാണിക്കുന്നുണ്ട്. ശരിക്കും വെനസ്ഡേക്ക് അതാണല്ലോ ടോർച്ചർ. ആ സമയത്തൊക്കെ ഷെരീഫും അവരുടെ പോലീസുകാരൊക്കെ ആ ഒരു ബാങ്ക് റോബറിയുടെ ആളെ സസ്പെക്ടിനെ നോക്കി നടക്കുമായിരുന്നു. അപ്പോ നമ്മുടെ വെനസ്ഡേയും അങ്കിളും കൂടെ പോയ ഒരു കാറൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ തെരഞ്ഞു പിടിച്ച് നേരെ വന്ന് കയറുന്നത് ക്രാക്ക് സ്റ്റോണിന്റെ ശവമാടത്തിന്റെ അടുത്തോട്ടാണ്. ഷെരീഫ് ഒക്കെ കയറി വന്നത് ടൈലർ വെനസ്ഡേനെ ഉമ്മ വെക്കാൻ തുടങ്ങുമ്പോഴാണ്. പെട്ടെന്ന് ഷെരീഫ് നിങ്ങൾ എന്താ ഇവിടെ ചോദിക്കുന്നുണ്ട്. ശേഷം ഡേറ്റ് ആണെന്ന് മനസ്സിലായപ്പോ അയാളോ എന്തേലും ആട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട്. ശേഷം പിന്നെ നമ്മൾ കാണിക്കുന്നത് വെനസ്ഡേ തിരിച്ച് റൂമിലോട്ട് വരികയാണ്. അപ്പൊ റൂം മുഴുവൻ അലങ്കോലപ്പെടുത്തിയിട്ടിട്ടുണ്ട്. അപ്പൊ അവള് ഓർക്കാണ് ഡയറി എവിടെയെന്ന്. ശേഷം തിങ്ങിനെ വിളിക്കുന്നുണ്ട്. എന്തോ ഒന്ന് വീടിന് സൗണ്ട് കേൾക്കുന്നുണ്ട്. ചെന്ന് നോക്കുമ്പോ തിങ്ങിനെ ഒരു കത്തി വെച്ചിട്ട് കുത്തി നിർത്തിയേക്കാണ്. മാത്രമല്ല ബ്ലഡ് ഡ്രോപ്പ് ആയിട്ട് താഴോട്ട് വീഴുന്നുണ്ട്. വെനസ്ഡേ പെട്ടെന്ന് ആ ഒരു കത്തി ഊരി എടുത്തിട്ട് തിങ്ങിനെ കൊണ്ട് ഓടി അങ്കിൾ ഫോസ്റ്ററിന്റെ അടുത്തോട്ട് ചെല്ലാണ്. അങ്കിൾ ഫോസ്റ്ററോട് പറയുന്നുണ്ട് തിങ് മൂവ് ചെയ്യുന്നില്ല, എന്തേലും ഒന്ന് ചെയ്യുന്നു. പെട്ടെന്ന് അങ്കിൾ എന്ത് ചെയ്തു, ആൾക്ക് ഒരു ഇലക്ട്രിക് പവർ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഇലക്ട്രിക് ഷോക്ക് കൊടുക്കാണ്. 1-2 തവണ കൊടുത്തിട്ടൊന്നും തിങ് മൂവ് ചെയ്യുന്നില്ല. അപ്പൊ വെനസ്ഡേ കരയുന്നുണ്ട്. നീ എങ്ങാനും മരിച്ചാൽ ഞാൻ ഇപ്പൊ തന്നെ നിന്നെ കൊല്ലുമെന്ന് വെനസ്ഡേ ദേഷ്യത്തോടെ സങ്കടത്തോടെ ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഫോസ്റ്റർ ഷോക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. ലാസ്റ്റില് തിങ് എണ്ണിക്കുന്നുണ്ട്. വെനസ്ഡേ എന്നിട്ട് തിങ്ങിനോട് ചോദിക്കുന്നുണ്ട് നിന്നോട് ഇത് ആരാ ചെയ്തത്? അപ്പൊ തിങ് പറയാണ് അവർ പുറവിന്ന് വന്നാണ് എന്നെ കുത്തിയത്, ഞാൻ കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ വെനസ്ഡേ പറയാണ് ഇത് ആര് ചെയ്താലും ഞാൻ അവരെ വെറുതെ വിടില്ല, അവരെ ടോർച്ചർ ചെയ്ത് കൊല്ലുമെന്ന്. ഫോസ്റ്ററോട് പറയാണ് ആങ്ങള് വന്ന ബൈക്ക് അവർ കണ്ടുപിടിച്ചു, എത്രയും പെട്ടെന്ന് ഷെരീഫ് ഇവിടെ വരും, അതിന് മുന്നേ പൊക്കോളാൻ. ഫോസ്റ്ററും പറയുന്നുണ്ട് ഞാൻ രാവിലെ വരെ ഇവിടെ കിടക്കാം ഈ ഒരു പേർഷ്യനെ നോക്കിയിട്ട്, ശേഷം രാവിലെ പൊക്കോളാം എന്നും ഫോസ്റ്റർ പറയാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് വെനസ്ഡേ നേരെ വീടിന്റെ ഓഫീസിൽ ചെന്നിട്ട് ഇതേപോലെ എന്റെ റൂമിൽ ആരോ കയറി ഒരു ഡയറി എടുത്തിട്ട് പോയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ വീണ്ടും പറയുന്നുണ്ട് അത് നൈറ്റ് ഷെയ്ഡ്സിലെ അല്ലേ, നീ എങ്ങനെ അത് എടുത്തു എന്ന് ചോദിക്കുന്നുണ്ട്. വെനസ്ഡേ പറയാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അറിയാല്ലേ, അപ്പൊ ഹൈഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടോണ്ട് തന്നെ ത്രോൺ ഹിൽസും അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ ത്രോൺ ഹിൽസ് ഉള്ളത് കൊണ്ട് തന്നെ വീട് പറയാണ് ടീച്ചർ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യോ, കുറച്ചു നേരം ഒന്ന് വെളിപ്പോയി നിൽക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് വെനസ്ഡേയോട് പറയാണ് ആ ഒരു ഡയറി എഴുതിയ ആള് വർഷങ്ങളായിട്ട് ഈ ഒരു ഹൈഡിന്റെ പുറകിലെ തന്നെ ആയിരുന്നു. ഹൈഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വയലന്റ് ആണ്. മാത്രമല്ല അവരെന്താണ് ചെയ്യുന്നത് അവർക്ക് തന്നെ അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ 30 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഞങ്ങൾ ഹൈഡ്സിനെ കോളേജിൽ നിന്ന് തന്നെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വീട് വെനസ്ഡേക്ക് പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ ആ ഒരു ഡയറി എഴുതിയ ആളോ അയാളെ പറ്റിയും ചോദിക്കുന്നുണ്ട് വെനസ്ഡേ. അപ്പൊ വീട് പറയാണ് ഒരു ഹൈഡ് അയാളെയും കൊന്നു കളഞ്ഞു. അപ്പൊ വെനസ്ഡേ പറയാണ് ഹൈഡാണ് ഇതൊക്കെ ചെയ്തെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്തുകൊണ്ട് മേയറിനോട് ഓൾറെഡി ഈ കാര്യങ്ങൾ പറഞ്ഞില്ല? അപ്പൊ വീട് പറയാണ് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഈ കോളേജ് അന്നേ തന്നെ അടച്ചു പൂട്ടിയേനെ അവരെല്ലാം. എന്നിട്ട് വെനസ്ഡേയോട് ചോദിക്കുകയാണ് നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അപ്പൊ വെനസ്ഡേ പറയാണ് എന്തിനാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവനെ എങ്ങനെയാണേലും ഇല്ലാതാക്കും, നിങ്ങളുടെ റെപ്യൂട്ടേഷൻ കീപ്പ് ചെയ്യാനായിട്ട് എന്ന് വെനസ്ഡേ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാണ്. ശേഷം വീണ്ടും പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. വെനസ്ഡേ നടന്നു പോകുമ്പോൾ ബിയങ്ക വന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് എന്റെ മർഡർ ബേസ് ചെയ്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്, എന്റെ കൂടെ വരാൻ. അവരങ്ങനെ നൈറ്റ് ഷെയർസിന്റെ ലൈബ്രറിയിൽ വരികയാണ്. അവിടെ ലൂക്കാസും ഉണ്ടായിരുന്നു. ലൂക്കാസ് പറയുന്നുണ്ട് എന്റെ അച്ഛന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടിയ കുറച്ച് പ്രിന്റ്സ് ആണ്, ഇതൊന്ന് ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞ് കുറച്ച് പേപ്പേഴ്സ് വെനസ്ഡേയുടെ കയ്യിൽ കൊടുക്കുകയാണ്.
ലൂക്കാസ് പറയാണ് എന്റെ അച്ഛൻ ആരോ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, അത് ലോറിയസ് ആണ്, ഗേറ്റ്സിന്റെ അനിയത്തി. അപ്പൊ ബേഗെ പറയുന്നുണ്ട് അവർ 20 വർഷം മുന്നേ മരിച്ചു എന്നല്ലേ പറഞ്ഞത്, പക്ഷെ ബോഡി ഒന്നും പോലീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവർ തന്നെ ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ പിന്നിൽ നിന്ന് ചെയ്യുന്നത്, റിവെഞ്ച് ചെയ്യാനായിട്ട്. അവിടുന്ന് കട്ടായി വെനസ്ഡേ പോകുന്നത് തെറാപ്പി ഡോക്ടറിന്റെ അടുത്തോട്ടാണ്. അവരുടെ പേര് ലോറിയൽ തന്നെയാണ്. ആ വെനസ്ഡേ വിചാരിക്കുന്നത് അവരാണ് ലോറിയൽ എന്നാണ്. അവിടെ ചെന്നിട്ട് പറയാണ് നിങ്ങളല്ലേ ലോറിയൽ, മേയനെ കൊന്നത് നിങ്ങളല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോ ഡോക്ടർ പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറയാണ് എനിക്ക് വേറൊരു പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകാനുണ്ടെന്ന്. അപ്പോ വെനസ്ഡേ പെട്ടെന്ന് പറയാണ് സേവിയറിനെ കാണാനല്ലേ പോകുന്നത്, എനിക്കറിയാം. എന്നിട്ട് വെനസ്ഡേ പറയാണ് കാർ വെച്ചിട്ട് നിങ്ങൾ അവന് സീക്രട്ട് ആയിട്ടുള്ള സെക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത് ഞങ്ങൾക്കറിയാം, എന്തായാലും ഹൈഡ് ഭയങ്കര വയലന്റ് ആയിരിക്കും, നിങ്ങൾ സൂക്ഷിച്ചോ, അടുത്തത് നിങ്ങളെ ആയിരിക്കും അവർ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെനസ്ഡേ വാൺ ചെയ്തിട്ട് അവിടുന്ന് ഇറങ്ങാണ്. ശേഷം വീടിനകത്ത് ബാത്റൂമിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് ഡോക്ടർ ചെന്ന് തുറന്നു നോക്കുമ്പോൾ അതിനകത്തുണ്ടായിരുന്നു ആ ഒരു ഹൈഡ് ഡോക്ടറിനെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാണ്. അവിടെ വെച്ച് കട്ടായി. പിന്നെ നമ്മളെ കാണിക്കുന്നത് വെനസ്ഡേയും വീടും കൂടി ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്. അവിടേക്ക് ഷെരീഫ് വരുന്നുണ്ട്. അപ്പോൾ ഷെരീഫ് പറയാണ് ഡോക്ടർ മരിച്ചു പോയെന്ന്. അപ്പോൾ വെനസ്ഡേ അവരോട് പറയാണ് ഇത് ഇവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് നടന്നു പോവാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് സേവിയറിനെയാണ്. അവന്റെ ആർട്ട് ഗാലറിയിലോട്ട് ചെല്ലാണ്. അവിടെ തന്നെ വെനസ്ഡേ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ സേവിയറിനോട് ചോദിക്കുന്നുണ്ട് നീ ഡോക്ടറിന്റെ അടുത്ത് നിന്ന് ഫ്രീ സെക്ഷൻസ് ഒക്കെ എടുക്കാറുണ്ടായിരുന്നു അല്ലെ, ഓക്കെ, നീ എന്നെ സ്പൈ ചെയ്യാറുണ്ടായിരുന്നോ? എന്നിട്ടൊരു കത്തി കാണിച്ചിട്ട് വെനസ്ഡേ പറയാണ് നീ ഇതെന്റെ റൂമിൽ ഇട്ടേച്ച് പോയതാണ്, ആക്ച്വലി നീ ഇത് തിങ്ങിന്റെ ദേഹത്ത് കുത്തി കയറ്റി വെച്ചിരിക്കുകയായിരുന്നു അല്ലെ എന്ന് പറയുന്നുണ്ട്. സേവിയർ പറയാണ് നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നിന്റെ റൂമിലോട്ട് വന്നിട്ടേ ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വെനസ്ഡേ അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട് നിന്റെ പെയിന്റിംഗ് ഒക്കെ ഭയങ്കര ഇംപ്രൂവ് ആയിട്ടുണ്ട്, എനിക്ക് ഈ പടം ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു പടം കാണിക്കുകയാണ്. അതിനകത്ത് ആ ഒരു ഡോക്ടറിന്റെ പിക്ചർ ആയിരുന്നു, ഫുള്ള് മുറിവായിട്ട് മുഖമൊക്കെ വലിച്ചു കീറിയ വെച്ചേക്കുന്ന ഒരു ഡോക്ടറിന്റെ ഫോട്ടോ. എന്നിട്ട് സേവിയറിന്റെ റൂമിൽ നിന്ന് തന്നെ വെനസ്ഡേ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുക്കുകയാണ്. അതായത് യൂജിന്റെ ഗ്ലാസ്, കിങ് ബേർഡ്, അതായത് ആ ഒരു ഡോക്ടറിന്റെ നെക്ലസ്, ഇതൊക്കെ. അപ്പോൾ പെട്ടെന്ന് സേവിയർ അത് ആരോ കൊണ്ടുവന്ന് ഇവിടെ വെച്ചതാണെന്ന് പറയാൻ വേണ്ടി അവളുടെ മുന്നിലോട്ട് വരികയാണ്. പെട്ടെന്ന് തന്നെ ഷെരീഫ് തോക്കൊക്കെ ആയിട്ട് ഇവനെ അറസ്റ്റ് ചെയ്യാണ്. അപ്പോ സേവിയർ പറയുന്നുണ്ട് നീ എന്നെ പെടുത്തിയതാണല്ലേ, നീ ഇതെല്ലാം പ്ലാൻ ചെയ്ത് എന്നെ പെടുത്തുവല്ലേ വെനസ്ഡേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്നത് വെനസ്ഡേ നേരെ തിരിച്ച് റൂമിലോട്ട് വരുമ്പോ ഈനിടെ തിരിച്ച് അവളുടെ സ്പേസിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഈനിടെ പറയുന്നുണ്ട് ഞാൻ എന്തായാലും തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു, എനിക്ക് കുറച്ച് നാളും കൂടി ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ വെനസ്ഡേ പറയാണ് ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് അവർ സന്തോഷിക്കുകയാണ്. ശേഷം പറയുന്നുണ്ട് സേവിയറിന്റെ കാര്യത്തില് എനിക്ക് വിഷമമുണ്ടെന്ന് പറയാണ് ഈനിടെ. വെനസ്ഡേ പറയുന്നുണ്ട് എനിക്കും അങ്ങനെ വിഷമമൊന്നും തോന്നുന്നില്ല, കാരണം അവനൊരു ലയറാണ്, ഇപ്പൊ എനിക്ക് മനസ്സിലായി ആരെയാണ് വിശ്വസിക്കേണ്ടത്. അപ്പൊ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ടൈലറുമായിട്ടുള്ള ഡേറ്റ് എങ്ങനെയുണ്ടായിരുന്നു, അതിടയ്ക്ക് വെച്ച് മിസ്സായി പോയി എന്ന് വെനസ്ഡേ പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന് അവന് നൈറ്റ് ഷിഫ്റ്റ് ആണെന്നാണ് ഞാൻ കേട്ടത്. ഇത് കേട്ടപ്പോ വെനസ്ഡേ ഓടി ടൈലറിന്റെ അടുത്ത് ചെല്ലാണ്, സംസാരിക്കുന്നൊക്കെയുണ്ട്. അപ്പോ ടൈലർ ചോദിക്കുന്നില്ല ഞാൻ നിന്നിൽ നിന്ന് ഫ്രണ്ട്ഷിപ്പിന് മുകളിലായിട്ട് ആഗ്രഹിച്ചോട്ടെ. അപ്പോ വെനസ്ഡേയും മൗന സമ്മതം കൊടുക്കുകയാണ്. അങ്ങനെ വെനസ്ഡേ കുറച്ച് മുന്നോട്ട് ടൈലറിന്റെ അടുത്തോട്ട് നീങ്ങി നിൽക്കുകയാണ് ഈ പ്രാവശ്യം. അപ്പൊ ടൈലർ ഇവളെ കിസ് ചെയ്യാണ്. കിസ് ചെയ്യുന്ന സമയത്ത് അവൾക്ക് പെട്ടെന്ന് വിഷൻ വരുവാണ്. അങ്ങനെ ആ ഒരു വിഷനിലൂടെ അവൾക്ക് മനസ്സിലാവാണ് ടൈലറാണ് യഥാർത്ഥ മോൺസ്റ്റർ എന്ന്, സേവിയർ അല്ല. അങ്ങനെ അവള് പെട്ടെന്ന് അവനെ തള്ളി മാറ്റി വെള്ളോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ടൈലർ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. അവള് തിരിച്ച് മറുപടി ഒന്നും പറയാതെ അവിടെ ഓടി രക്ഷപ്പെടുകയാണ്. അപ്പൊ വോയിസ് ഓവർ കേൾക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് കിസ് ചെയ്ത ആളാണ് ആ ഒരു സീരിയൽ കില്ലർ എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അവർ എന്റെ ടൈപ്പ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് വോയിസ് ഓവർ കേൾക്കുന്നുണ്ട്. അവിടെ വെച്ച് എപ്പിസോഡ് നമ്പർ 7 ഇവിടെ തീരാണ്. ഇനി ഒരു എപ്പിസോഡും കൂടെ ഉള്ളൂ. സ്റ്റേ ട്യൂൺ.